തേങ്ങ വറുക്കാനൊക്കെ കൂടുന്ന അന്നാറോസിന് ഇഷ്ടമാണോ? എനിക്ക് തേങ്ങ വറക്കാനും മോളി കുളിക്കാനും നല്ല ഇഷ്ടമാണ്. ഒരു ദിവസം തേങ്ങ പറിക്കൊണ്ടിരിക്കുമ്പോൾ അന്നാറസ് ചോദിച്ചു, എനിക്കും ഇത് തേങ്ങ കിടക്കുന്ന പോലെ ചാക്കി കിടക്കണം. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത്, എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല, കാരണം എൻ്റെ പ്രായം അങ്ങ് കടന്നുപോയി. കൂടിപ്പോയാൽ രണ്ട് മൂന്ന് വയസ്സ് വരെ അന്നാറസ് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പെട്ടെന്ന് ഞാൻ ചാക്കിൻ്റെ അകത്ത് എടുത്തിട്ടു. അതെങ്ങനെ ഉണ്ടായിരുന്നത്? നല്ല സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ചാക്കിന്റെ കൂട്ടത്തിൽ തേങ്ങ ഏതാന്ന് അറിയത്തില്ലാത്ത പോലെ ചാക്കിന്റെ അകത്ത് എത്ര നേരം കടന്നു? 2 മിനിറ്റ്. സത്യം പറഞ്ഞാൽ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നല്ലൊരു പേരന്റ് ആണോ? ഞാൻ പറയും, നല്ലൊരു പേരന്റ് അല്ല. യെസ്, ഇൻ എ സെൻസ് ഞാനൊരു പേരന്റ് ആയിട്ട് ഇങ്ങനെ വളരുവാണ്. അന്നാറോസ് ആണ് എൻ്റെ ഫസ്റ്റ് ബോൺ ബേബി. അപ്പം ഫസ്റ്റ് ബോൺ ബേബിനെ നമുക്ക് ഇത്ര ശ്രദ്ധിക്കാൻ പറ്റുമ്പോൾ ഞാൻ ബേബി അല്ല, ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു. ബേബി എന്ന് പറയുമ്പോൾ ബേബി ആയിരുന്നു, അപ്പൊ കുഞ്ഞായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ശരിക്കും പറഞ്ഞാൽ അന്നാറോസ് എന്റെ ബാക്കിയാണ് അന്നാറോസ് അല്ല അന്നാറോസ്? ഇവക്ക് ബാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനായിരിക്കുന്ന അവസ്ഥയുടെ ചെറിയ പതിപ്പാണ് നീ. പയ്യെ മൊബൈലിനകത്ത് നമ്മളിങ്ങനെ നമ്മളുടെ ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ അല്ല അന്നാറോസേ, അതിങ്ങനെ പറഞ്ഞ് വന്ന് അത് വീഡിയോ ആയിട്ട് വന്നു. അത് ആൾക്കാർ കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടി അല്ലേ? അങ്ങനെ ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി. അപ്പൊ ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, അന്നാറോസിന് ഫോൺ കൊടുക്കാറില്ലെന്ന് അങ്ങനെ പറയത്തില്ല. അന്നാറോസിന് എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റൊക്കെ ഫോൺ കാണിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുവരെയായിട്ടും ഇവൾക്ക് ഫോൺ കാണിച്ച് കഴിക്കേണ്ട വന്നിട്ടില്ല. കാരണം തേങ്ങ പെറുക്കി ഇടുന്ന പോലെ തന്നെ അന്നാറോസിനെ ചാക്കിന്ന് എടുത്തിട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ല, പക്ഷെ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ നല്ലതായിരുന്നു. അതിനെ പൂമ്പാറ്റയാക്കിയിട്ട് എല്ലാ റൂമിൽ കൂടെ കൊണ്ടുപോയി ഞാൻ. തോർത്തിന്റെ അകത്ത് ഇങ്ങനെ പിടിച്ച് കുളി കഴിയുമ്പോ കൊണ്ടുപോകുന്ന കാര്യമില്ലേ? അത് മറന്നുപോയോ? അതൊന്നും പറയാമോ വന്നാല്? ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ അന്നാറോസിനെ പൂമ്പാറ്റയാക്കിയിട്ട് എല്ലാ റൂമിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. തോർത്തിന്റെ അത് ഇങ്ങനെ ഒരു എന്നാ പറയണ്ട ഒരു ഇങ്ങനെ പിടിക്കും. അപ്പൊ ഇങ്ങനെ തോർത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കും. അതിൻ്റെ അകത്ത് അന്നാറോസ് ഇങ്ങനെ കിടന്നോളും. ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു കൂടെ ഉള്ളത് ഒരവസ്ഥയില് നമ്മളൊന്നും കൂടെ നമ്മുടെ ഒരു കുട്ടിത്തത്തിലേക്ക് ഇങ്ങനെ വരുവാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കളിക്കാൻ തോന്നുന്നു, കിടക്കാൻ തോന്നുന്നു, ഉറങ്ങാൻ തോന്നുന്നു. പിന്നെ എന്നാ നമ്മൾ എന്നാ ആനപ്പുറത്ത് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസിലൂടെ ഒരുപക്ഷെ കുറെ ആൾക്കെങ്കിലും ഞങ്ങളെ പരിചയം കാണും. ഇത് അന്നാറോസിന്റെ വീഡിയോയുടെ ഒച്ച ശബ്ദം നൽകുന്നത് ഞാൻ. എൻ്റെ പേര് എബിൻ, അന്നാറോസിന്റെ പിതാവാണ്. അന്നാറോസിന്റെ അച്ചാച്ചൻ. ശരിക്ക് വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് എന്ന് പറയുമ്പം ഒരു 5 മാസം മുമ്പാണ് ഞാനിങ്ങനെ വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് ഞാനൊരു ജീസസ് യൂത്ത് മിഷണറി ആയിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. മിഷണറി എന്ന് പറയുമ്പം ആ വാക്ക് കുറച്ചും കൂടെ ലളിതമായിട്ട് പറയാം. ആഫ്രിക്ക, പപ്പുവ ന്യൂഗിനിയ, അതുപോലെ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലൊക്കെ നമുക്ക് ജോലി ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സാധ്യതകളുണ്ട്. കാരണം ഞാനൊരു ടീച്ചറായിരുന്നു. അപ്പോൾ ഒരു 2015 ഒക്കെ ആയപ്പോഴേക്കും നമുക്കൊരു ഗോഡ് എക്സ്പീരിയൻസിലൂടെ നമ്മുടെ ഒരു സാധ്യത ഒരു ക്ലാസ് റൂമിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം നമ്മളെ ചലഞ്ച് ചെയ്ത് ഞാൻ ഒറ്റയ്ക്ക് ഒരു യാത്ര നമ്മുടെ സഭയോട് ചേർന്ന് തന്നെ നടത്തിയെന്ന് പറയാം. അതിനെന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്ത് ജീസസ് യൂത്ത് ആയിരുന്നു. അങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് ഇങ്ങനെ യാത്ര ചെയ്ത് നാഗാലാൻഡിൽ ഒരു നല്ല കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം തായ്ലൻഡിൽ ട്രെയിനിങ് നടന്നു. ആ ട്രെയിനിങ്ങിനൊക്കെ ശേഷം പോയത് ഞങ്ങൾ സിംഗപ്പൂരും കഴിഞ്ഞ് ഓസ്ട്രേലിയയും കഴിഞ്ഞ് പപ്പുവ ന്യൂഗിനിയ എന്ന രാജ്യത്തെത്തി. അവിടെ ഏകദേശം ഒരു 4 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടുന്ന് നമ്മളിപ്പം പോയ എബിനല്ല തിരിച്ചു വന്നപ്പോൾ നമ്മുടെ കുറേ ചിന്തകളിലൊക്കെ കുറേ മാറ്റങ്ങൾ സംഭവിച്ചു. അതിനുശേഷം വീണ്ടും എനിക്ക് ഇതുപോലത്തെ അവസരം കുറച്ചു കാലം നാട്ടിൽ ഒരു ഫുൾ ടൈമായിട്ട് വർക്ക് ചെയ്യാനുണ്ടായിരുന്നു, ജീസസ് യൂത്തിൻ്റെ തന്നെ ഭാഗമായിട്ട്. അതിനുശേഷമാണ് ഞാൻ ആഫ്രിക്കയിലേക്ക് പോയത്. അപ്പോൾ ആഫ്രിക്കയിൽ ചെന്ന് കഴിഞ്ഞപ്പം നമുക്കറിയാമല്ലോ, ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ സോഷ്യൽ ലൈഫും എന്നാൽ ദാരിദ്ര്യത്തിലും ലൈഫ് എൻജോയ് ചെയ്യുന്ന കുറേ മനുഷ്യരാണ്. നമ്മുടെ ഇവിടെ ഇല്ലാത്ത സംഭവം അതൊക്കെ തന്നെയാണ്. നമ്മൾ റിച്ച്നെസ് ജീവിക്കുന്നു, പക്ഷെ നമുക്ക് സന്തോഷം എവിടേക്കോ കെട്ടുപോകുന്നൊരു സാഹചര്യം.
അപ്പം ഇത്തരം യാത്രകൾ നമ്മളെ ഇങ്ങനെ ഒരു പുതുമയുള്ള മനുഷ്യനാക്കി, അല്ലെങ്കിൽ നമ്മുടെ കുറച്ചും കൂടെ സാധ്യത കാണാൻ നമ്മളെ പഠിപ്പിച്ചു. അപ്പം ഞാൻ ആദ്യം ചെയ്തത് എൻ്റെ ഒരു ഹൗസ്, ഞാനായിരിക്കുന്ന കുടുംബം ബ്യൂട്ടിഫുൾ ആക്കാനാണ്. അപ്പോൾ എന്നാ ചെയ്തു, അന്ന റോസിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി, അന്ന റോസിന് സന്തോഷത്തിന് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കൾ പറഞ്ഞു, ഇതൊക്കെ നീ ഒന്ന് വീഡിയോ ആക്കി എടുത്തിട്ട് കഴിഞ്ഞാൽ, കാരണം ഞാൻ പറയുന്ന ചില ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകളൊക്കെ ഇങ്ങനെ ആരും യാത്ര ചെയ്യാത്തത് കൊണ്ട് ഇറ്റ് വാസ് ന്യൂ. അപ്പോൾ അതിങ്ങനെ പറയാൻ തുടങ്ങിയപ്പം 1-2 വീഡിയോ ചെയ്തപ്പോഴേക്കും കുറേ ആൾക്കാർ ഇനിയും ചെയ്യണം, ഇത് നിങ്ങൾ എന്നാ ചെയ്താലും ഞങ്ങൾ കാണും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ പറയണ്ടേ, വീഡിയോ ചെയ്യാൻ അറിയത്തില്ല, ഈ ഒരു കുഞ്ഞ് മൊബൈലിനകത്ത് നമ്മൾ ഇങ്ങനെ നമ്മളുടെ ഒരു ചിന്തകളൊക്കെ ഇങ്ങനെ അല്ല നറസേ, അതിങ്ങനെ പറഞ്ഞ് വന്ന് അത് വീഡിയോ ആയിട്ട് വന്നു. അത് ആൾക്കാർ കണ്ടു, ഇഷ്ടപ്പെട്ടു, പിന്നെയും ചെയ്തു. അങ്ങനെ ഞങ്ങൾക്ക് സമ്മാനങ്ങൾ കിട്ടി അല്ലേ, അങ്ങനെ ഒത്തിരി സമ്മാനങ്ങൾ കിട്ടി. അങ്ങനെയാണ് ഇതൊരു വീഡിയോയിലേക്ക് ഇങ്ങനെ വരുന്നത്. നമ്മുടെ ഈ യാത്രകളും നമ്മുടെ ഈ അനുഭവങ്ങളൊക്കെ കുറേ കൂടെ നമ്മളെ ഒരു ആഴമുള്ള മനുഷ്യനാക്കിയെന്ന് ഞാൻ പറയും. എന്ന് പറയുമ്പം നല്ലൊരു പേരൻറ്റിങ് എന്നതിൻ്റെ അപ്പുറത്തായിട്ട് നമ്മുടെ ചുറ്റുമുള്ളവരെ നമ്മൾ നല്ലപോലെ കാണാനത് നമ്മളെ പഠിപ്പിച്ചു. അപ്പം അന്ന റോസിന്റെ ഫീലിങ്സ് നമുക്ക് മനസ്സിലാവും. അന്ന റോസിനെ ശ്രദ്ധിക്കേണ്ടത് കുറച്ചും കൂടെ കാര്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. അന്ന റോസിന്റെ അല്ലെങ്കിൽ വീട്ടിലുള്ളവരെ നമ്മൾ നല്ലപോലെ കേൾക്കാൻ തുടങ്ങി. അപ്പോൾ സംഭവിച്ച കാര്യം എന്ന് പറഞ്ഞാൽ അതുപോലും നമ്മുടെ ഇടം നടക്കുന്നില്ലാത്തതുകൊണ്ട് ഞാൻ ഈ ചെയ്ത കാര്യം ന്യൂ ആയി, എല്ലാവരും തിരക്കിട്ടോടുവാണ്. അപ്പം ഇത്രയും കാലം കൊണ്ട് നമ്മുടെ ഒരു ലൈഫിൽ നിന്ന് നമുക്ക് വന്ന ഒരു ചെറിയ ചിന്ത എന്ന് പറഞ്ഞാൽ ഇത്രയും തിരക്കൊന്നും വേണ്ട, കുറച്ചും കൂടെ നമ്മുടെ ഒരു കാര്യങ്ങളെ നമ്മൾ കേൾക്കാനും കാണാനും തുടങ്ങണം. അപ്പൊ അന്ന റോസിനെ കാണാൻ തുടങ്ങിയപ്പം കുട്ടിത്തത്തിലേക്ക് നമ്മൾ തിരിച്ചു വന്നു. കുട്ടിത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ചെയ്യുന്നതൊക്കെ, അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ തിരിച്ചു വന്നു എന്നുള്ളതാണ് സത്യം. അപ്പം എനിക്ക് തോന്നുന്നു നല്ല പേരന്റ് ആവുക, നല്ല അധ്യാപകനാകുക, നല്ല ടീച്ചർ അല്ലെങ്കിൽ നല്ലൊരു ഇതാകുന്നതിൻ്റെ അപ്പുറത്തായിട്ട് ബേസിക്കലി നമ്മൾ നല്ല മനുഷ്യനായി കഴിയുമ്പം ഏത് അവസ്ഥയിലേക്കാണോ, അപ്പം നല്ലൊരു മനുഷ്യൻ നല്ലൊരു അമ്മയായി കഴിയുമ്പം അവിടെ നല്ലൊരു അമ്മയായി മാറും. സത്യം പറഞ്ഞാൽ പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾ നല്ലൊരു പേരന്റ് ആണോ? ഞാൻ പറയും നല്ലൊരു പേരന്റ് അല്ല. നമ്മുടെ യാത്രയിലൂടെയും നമ്മുടെ നല്ല അനുഭവങ്ങളിലൂടെയും നിസ്വാർത്ഥമായിട്ട് നമ്മൾ ജീവിച്ചപ്പോഴേക്കും ഞാനെന്ന് പറഞ്ഞ മനുഷ്യൻ, എൻ്റെ പഴയ മനുഷ്യൻ കുറേ മാറി, കുറച്ചും കൂടെ ഒരു ആഴമുള്ളൊരു മനുഷ്യൻ നമ്മളിൽ ഇങ്ങനെ രൂപപ്പെട്ടു. അങ്ങനെ സംഭവിച്ചപ്പം ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ വന്ന മാറ്റം, ഞാൻ അന്ന റോസിനെ കാണാൻ തുടങ്ങി. നോവ തെരേസേനെയും അന്ന റോസിൻ്റെ അമ്മേനെയും കുറച്ചും കൂടെ നമുക്ക് അവരെ ഒന്ന് കേൾക്കാനും കാണാനും അവരോട് ഇരിക്കാനും ടൈം സ്പെൻഡ് ചെയ്യാനും തുടങ്ങി. അപ്പം നമ്മുടെ കൂട്ടുകാരോടൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ അവർ പറയും, എടാ നീ പഴയ ആളല്ലോ, കുറച്ച് മാറ്റം വന്നിട്ടുണ്ടല്ലോ. ഞാനിങ്ങനെ പോയ പോലെ ഒരു യാത്രയൊന്നും നമ്മുടെ കൂട്ടത്തിലുള്ള ആരും നടത്തിയിട്ടില്ല. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ എന്നാ ചെയ്തു, ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പം കൂട്ടുകാർ തന്നെ പറഞ്ഞു, 1-2 വീഡിയോ ഒക്കെ നീ ചെയ്തിട്ടാൽ നല്ലതാ, ഈ കാഴ്ചപ്പാട് ലോകത്തിന് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് അന്ന റോസിനെ വളർത്തുന്ന കാര്യങ്ങളായിട്ടോ അല്ല നമ്മുടെ വീട്ടിലെ കുറച്ച് കാര്യങ്ങളോ നമ്മുടെ കാഴ്ചപ്പാട് മാറിയപ്പോഴേക്കും അത് നമ്മൾ ചെയ്തപ്പോഴാണ് അത് ആൾക്കാർക്ക് ടച്ചിങ് ആയിട്ട് തോന്നി. യെസ്, ഇൻ എ സെൻസ് ഞാനൊരു പേരൻ്റായിട്ട് ഇങ്ങനെ വളരുവാണ്. അന്ന റോസാണ് എൻ്റെ ഫസ്റ്റ് ബോൺ ബേബി. അപ്പം ഫസ്റ്റ് ബോൺ ബേബീനെ നമുക്ക് ഇത്ര ശ്രദ്ധിക്കാൻ പറ്റുമ്പോൾ ഞാൻ ബേബി അല്ല, ഇപ്പം വളർന്നുകൊണ്ടിരിക്കുന്നു. ബേബി എന്ന് പറയുമ്പോൾ ബേബി ആയിരുന്നു, അപ്പൊ കുഞ്ഞായിരുന്നല്ലോ ഒരു കാലത്ത്. അപ്പം ആ സമയത്തൊട്ട് നമ്മളിങ്ങനെ കെയർ ചെയ്ത് അവ കൂടെ നടന്ന് എന്നാ പറയണ്ടേ, ഒരു കാര്യത്തിന് ചോദ്യം ചോദിക്കാൻ ഇവളെ പഠിപ്പിക്കുന്നു. ഒരു സംഭവത്തിനെ ഒരു പരിധി കഴിഞ്ഞ് അടിച്ചമർത്താതെ അങ്ങനെയൊക്കെ വരുമ്പം സ്പോണ്ടേനിയസ് ആയിട്ട് അവർ വളരുന്ന കൂട്ടത്തിൽ പേരന്റിങ് എന്ന് പറഞ്ഞ സാധനം എന്നിലും ഇങ്ങനെ പയ്യെ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിയാണോ? അത് ശരിക്കും പറഞ്ഞാൽ അന്ന റോസ് എൻ്റെ ബാക്കിയാണ്. അന്ന റോസ് അല്ലേ അന്ന റോസ്? ബാക്കി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയുടെ ചെറിയ പതിപ്പാണ് നീ, പയ്യ. അപ്പം ഈ ചെറിയ പതിപ്പായിക്കവർക്ക് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ ബേസിക്കലി ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ ഇവക്ക് ഓടി നടക്കാനെന്നും നമ്മുടെ കൂടെ ചെയ്യണമെന്നും കാര്യങ്ങൾ പഠിക്കണമെന്നും നമ്മുടെ കൂടെ ആയിരിക്കണമെന്നും ബേസിക്കലി ഇവർക്ക് ആഗ്രഹമുണ്ട്. അപ്പം നമ്മൾ ചെയ്യുന്നിടത്തേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇവരിറങ്ങി വരും. തേങ്ങ പറിക്കുവാണെങ്കിൽ തേങ്ങ പറിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരും. സത്യം പറഞ്ഞാൽ നമ്മളൊക്കെ അങ്ങനെയാണ് നമ്മളും വളർന്നത്. അന്ന് നമ്മളെ ആരും നോ പറഞ്ഞില്ല. പക്ഷെ ഇന്നത്തെ തലമുറ ഒരു പരിധി വരെ വെയിൽ കൊള്ളാതെയും ഇവരെ ഉള്ളിലിരുത്തിയും മൊബൈൽ ഫോൺ ഓണാക്കി നമ്മൾ ഫോഴ്സ്ഫുള്ളി ആണെങ്കിൽ നമ്മളങ്ങനെ ചെയ്യാൻ നിർബന്ധിതരാകുവാണ്. അപ്പം ഞങ്ങൾ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അന്ന റോസിന് ഫോൺ കൊടുക്കാറില്ലെന്ന് അങ്ങനെ പറയത്തില്ല. അന്ന റോസിന് എല്ലാ ദിവസവും ഒരു 10-15 മിനിറ്റൊക്കെ ഫോൺ കാണിക്കും. പക്ഷെ അതിൻ്റെ അപ്പുറത്തായിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ ഇതുവരെയായിട്ടും ഇവൾക്ക് ഫോൺ കാണിച്ച് കഴിക്കേണ്ട വന്നിട്ടില്ല. കാരണം
ഞങ്ങൾ കുറെ ഓടി ചാടി മറിഞ്ഞിട്ടായിരിക്കും ഭക്ഷണം കഴിക്കാൻ വരുന്നത്. അല്ലേ കളിയായിരിക്കും വീട്ടിൽ മറിഞ്ഞ് കടന്ന് ഉരുണ്ട് കളിച്ച് അന്നാറോസ് ഭക്ഷണം കഴിച്ചിട്ട് ഓടി വരുന്നു. ഞങ്ങൾ അവിടെ കളിയാണ്, ചിരിയാണ്, മറിച്ചിലാണ്. അപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരൊറ്റയ്ക്കാവുന്ന സമയം ഇവർക്ക് വളരെ കുറവാണ്. ഇവര് ഒന്നെങ്കിൽ ഞങ്ങളുടെ വീട്ടിൽ പപ്പായ മമ്മിയുണ്ട്, അപ്പൊ പപ്പയുടെ അമ്മയുടെ കൂടെ അന്നാറോസ് കൂടും, ഇല്ലെങ്കിൽ അമ്മയുടെ കൂടെ എന്തെങ്കിലും പണിയാനായിരിക്കും കൂടുന്നത്, ഇല്ലെങ്കിൽ എൻ്റെ കൂട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ നോവയുടെ കൂടെ ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഇവർക്ക് ഒറ്റയ്ക്കാവേണ്ട ഒരു സമയം സത്യം പറഞ്ഞാൽ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കൊച്ചിന്റെ കണ്ണിൽ കൂടെ ലോകത്തെ കണ്ടു കഴിഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ഹാപ്പി. നമ്മൾ അവരുടെ കൂടെ കളിക്കാൻ തുടങ്ങും. അപ്പം ഒരു ദിവസം തേങ്ങ പറിക്കൊണ്ടിരിക്കുമ്പോൾ അന്നാറോസ് ചോദിച്ചു, എനിക്കും ഇത് തേങ്ങ കിടക്കുന്ന പോലെ ചാക്കി കിടക്കണം. പെട്ടെന്ന് ഞാൻ ചിന്തിച്ചത്, എനിക്ക് അങ്ങനെ ഞാൻ ചിന്തിക്കുന്നില്ല, കാരണം എൻ്റെ പ്രായം അങ്ങ് കടന്നുപോയി. കൂടിപ്പോയാലും 2-3 വയസ്സ് വരെ അന്നാറോസ് അങ്ങനെ ചിന്തിക്കുകയുള്ളൂ. പെട്ടെന്ന് ഞാൻ ചാക്കിൻ്റെ അകത്ത് എടുത്തിട്ടു. അതെങ്ങനെ ഉണ്ടായിരുന്നത്? നല്ല സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂപ്പറായിരുന്നു. ചാക്കിന്റെ കൂട്ടത്തിൽ തേങ്ങ ഏതാന്ന് അറിയത്തില്ലാത്ത പോലെ ചാക്കിന്റെ അകത്ത് എത്ര നേരം കടന്നു? 2 മിനിറ്റ്. ആ 2 മിനിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര. അത് കഴിഞ്ഞിട്ട് തേങ്ങ പെറുക്കി ഇടുന്ന പോലെ തന്നെ അന്നാറോസിനെ ചാക്കിൽ നിന്ന് എടുത്തിട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു? അത് നല്ല. പക്ഷെ സംഭവം എങ്ങനെ ഉണ്ടായിരുന്നു? മൊത്തത്തിൽ നല്ലതായിരുന്നു. അത് കയറി വരുന്നുണ്ട്. അപ്പം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം നമ്മള് എന്നാ പറയണ്ടേ, ഒരു കുഞ്ഞു കൊച്ചിന് വേണ്ടി നമ്മുടെ കാര്യങ്ങളെയൊക്കെ ഒന്ന് റീഡിസൈൻ ചെയ്യുമ്പം സംഭവിക്കുന്നത്, നമ്മളും അവരുടെ കൂട്ടത്തിൽ അങ്ങോട്ട് കളിച്ച് നമ്മുടെ വലിയ ഭാവങ്ങളും നമുക്ക് ഇവരുടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ചിരിക്കും. ഒരു കാര്യം കണ്ടാൽ അത് അവർ റിയാക്ട് ചെയ്യുന്നു, പെട്ടെന്ന് മറക്കുന്നു, പെട്ടെന്ന് ലൈഫിലേക്ക് തിരിച്ചു വരും. ഉറങ്ങാൻ പറഞ്ഞാൽ അവിടെ കിടന്ന് ഉറങ്ങുന്നു, വേറെ ചിന്തി. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കൊച്ചു കൂടെ ഉള്ളത് ഒരവസ്ഥയില് നമ്മളൊന്നും കൂടെ നമ്മുടെ ഒരു കുട്ടിത്തത്തിലേക്ക് ഇങ്ങനെ വരുവാണ്. ശരിയല്ലേ? അപ്പൊ നമുക്ക് ഇവിടെ കളിക്കാൻ തോന്നുന്നു, കിടക്കാൻ തോന്നുന്നു, ഉറങ്ങാൻ തോന്നുന്നു. പിന്നെ എന്നാ നമ്മൾ എന്നാ ആനപ്പുറത്ത്, പിന്നെ നമ്മള് പൂമ്പാറ്റ കയ്യിലിരിക്കുന്നല്ല. അന്നേനെ പൂമ്പാറ്റയാക്കിയിട്ട് എല്ലാ റൂമിൽ കൂടെ കൊണ്ടുപോയി ഞാൻ. തോർത്തിന്റെ അകത്ത് ഇങ്ങനെ പിടിച്ച് കുളി കഴിയുമ്പോ കൊണ്ടുപോകുന്ന കാര്യമില്ലേ? അത് മറന്നുപോയോ? അതൊന്നും പറയാവോ എന്നാല്? ഞാൻ പറഞ്ഞുതരാം. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ അന്നാറോസിനെ പൂമ്പാറ്റയാക്കിയിട്ട് എല്ലാ റൂമിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോകും. തോർത്തിന്റെ അകത്ത് ഇങ്ങനെ ഒരു എന്നാ പറയണ്ട ഒരു ഇങ്ങനെ പിടിക്കും. അപ്പൊ ഇങ്ങനെ തോർത്ത് ഇങ്ങനെ തൂങ്ങി കിടക്കും. അതിൻ്റെ അകത്ത് അന്നാറോസ് ഇങ്ങനെ കിടന്നോളും. അത് എനിക്ക് കൂടിപ്പോയാൽ എനിക്ക് ഇനി ഒരു 2-3 മാസം കൂടെ ചെയ്യത്തുള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് വലുതാവും. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ ഭയങ്കര ബലഹീനരാണ് ഇവര്. എന്ന് പറഞ്ഞാൽ ഇവർക്കായിട്ടൊന്നുമില്ല. നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അതാണ് ഇപ്പൊ ഇവരുടെ അവസ്ഥ. എത്ര വയസ്സ് വരെ? ഒരു 3-4 വയസ്സ് വരെ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്കൊരു എതിരെങ്കിലും നമ്മളോട് പറയാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ചിന്തിക്കുമ്പോൾ നമ്മൾ ഇവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്ത് ഇവരുടെ കുഞ്ഞു സന്തോഷം എന്ന് പറയുമ്പം കുഞ്ഞു സന്തോഷമല്ലേ ഉള്ളൂ. അത് നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ ഇവരുടെ ചൈൽഡ്ഹുഡ് ഇവർ നേരിടാൻ പോകുന്ന ചലഞ്ചസ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. വേറെ ആരും ഈ കൊച്ചിന് വേണ്ടി 5 വയസ്സ് വരെ ഒന്നും ചെയ്യാനില്ല. അത് എൻ്റെ വൈഫിൻ്റെയോ മാത്രം ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. ഇത് ഞാൻ കാണുന്നില്ലെങ്കിൽ ഞാൻ ഈ കൊച്ചിനോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. ഞാൻ ഇവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പം ആസ് എ പേരന്റ് ഇത് എൻ്റെ ഫസ്റ്റ് ആൻഡ് എന്നാ പറയണ്ടേ ഫോർമോസ്റ്റ് റെസ്പോൺസിബിലിറ്റി ആണ്. ഐ ഹാവ് ടു ലിസൺ, ഐ ഹാവ് ടു ബി വിത്ത് ഹെയർ. അവളുടെ കുഞ്ഞു സന്തോഷങ്ങൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആക്കുക എന്നുള്ളത്. ഇതൊക്കെ ചെയ്യാൻ പേരൻസ് മറന്നുപോകും, എനിക്കറിയത്തില്ല. ഒരു പക്ഷേ പണ്ട് കാലത്ത് ഇതൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേരിൽ ഇന്നും നമ്മുടെ ആൾക്കാർക്ക് പലർക്കും പല കാര്യങ്ങൾ ചെയ്യാൻ ഒരു ഇനിഷ്യേറ്റീവ് എടുക്കാൻ. ഇന്നലത്തെ ചെറിയൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ഇന്നലെ വീട്ടിൽ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. ഞങ്ങളെ കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കൂടെ ഒരുമിച്ച് അവസാനം ഫോട്ടോ എടുത്തു. ഞാൻ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ പാടെ അന്നാറോസ് എന്നോട് പറഞ്ഞു, അച്ചാച്ചൻ ഞാൻ ഫോട്ടോ എടുക്കാമെന്ന് എൻ്റെ കയ്യിൽ നിന്ന് ക്യാമറ വാങ്ങി ഞാൻ എടുക്കുന്നതിനേക്കാട്ടിലും സൂപ്പറായിട്ട് അന്നാറോസ് ഒരു ഫോട്ടോ എടുത്തു. ഞാനത് പ്രത്യേകമായിട്ട് സേവ് ചെയ്തിട്ടുണ്ട്. കാരണം ഞാൻ എടുക്കുന്ന അതേ ഫ്രെയിമിൽ എല്ലാ സൈഡൊക്കെ നോക്കി ലൈറ്റും ക്ലിയർ ചെയ്തിട്ട് ഈ കുഞ്ഞുകൊച്ചിന് അത് എടുക്കാൻ പറ്റിയത് എന്തുകൊണ്ടാണെന്നറിയാമോ? അതൊരു ചെറിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. അന്നൊക്കെ എടുക്കാൻ അറിയാം. അത് എവിടുന്നാ പഠിച്ചത്? എവിടുന്നാ അത്? കണ്ടു. ഇവള് നമ്മുടെ കൂടെ നടന്ന് കുറേ കാര്യങ്ങൾ കണ്ടു. ഇവൾ കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറയും, ഒരു ആസ് എ പേരന്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടി ജീവിക്കണം എന്ന് ഞാൻ പറയാല. പക്ഷെ നമ്മൾ ഇവരെ ഓർക്കണം, ഇവരെ കാണണം. കാരണം ഇവർ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ചെയ്യുന്ന അതേപടി ചെയ്യാൻ വേണ്ടിയാണ് അന്നാറോസ് ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അന്നാറോസിനെ കാണുന്നില്ലെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
ഞാൻ പറഞ്ഞു ഞാനൊരു മനുഷ്യനല്ല പിന്നെ അവിടെ, ഞാനൊരു മരമാണ് അല്ലേ? അത് മരമാണോ അത്? ഞാൻ മരമാണെന്നല്ല പറഞ്ഞേ, ഞാൻ വെറും മരത്തിന് തുല്യനാണ് ഞാൻ നിന്നെ കാണുന്നില്ലെങ്കിൽ. ശരിയല്ലേ ഞാൻ പറഞ്ഞേ? കൈകൊടെ. ഞാനത്